EP ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. രവിയുടെ മൊഴി പുസ്തക വിഭാഗത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ കരാറില്ല എന്ന് പറയുമ്പോഴും പുസ്തകം താങ്കൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന മൊഴിയാണ് പുറത്തു വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഞാൻ ഒരു കരാറും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടുമില്ല. നമ്മളിതിൽ കാണേണ്ടത് സാധാരണ പ്രസാധകന്മാർ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിയുണ്ട്. ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ DC ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ അറിയാതെ. അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ? എന്ന് മാത്രമല്ല, അവർ PDF മാറ്റിലല്ലേ വാട്സാപ്പിൽ കൊടുത്തത്. സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത്. കാരണം അതിൻ്റെ പ്രചരണം വാട്സാപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ? ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രസാധക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരമൊരു നടപടി സ്വീകരിക്കുമോ? അപ്പം തികച്ചും ആസൂത്രിതമാണത്. അതിൽ പ്രധാനമായൊരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. പിന്നെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു 3 മണ്ഡലങ്ങളിൽ. ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ? ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്. കാരണം നിങ്ങൾക്ക് നിയമപരമായൊരു പ്രൊട്ടക്ഷൻ അവർ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു എന്ന് പറയാം. ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത്? ഒരു വസ്തുതയുമില്ലാത്തൊരു വാർത്ത ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ അതിൽ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇതാദ്യത്തെ സംഭവമാണോ കേരളത്തിൽ? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ലോകസഭാ തെരഞ്ഞെടുപ്പ്. ലോകസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 24-ാം തീയതി. അന്ന് രാവിലെ എന്താ ചെയ്തത്? അന്ന് രാവിലെ ചെയ്തത് ജാവേദ് ഖറെ EP ജയരാജൻ കണ്ടു, ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നില്ലേ? ഏതാണ്ട് ആ ദിവസങ്ങൾക്കും 2023 ആദ്യത്തിലാണ് ജാവേദ് ഖർ പോകുന്ന വഴി എന്നെ പരിചയപ്പെടാൻ ഞാനുള്ള സ്ഥലത്ത് വന്നത്. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കണ്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ VD സതീശനെ കണ്ടിട്ടുണ്ട്, പിന്നെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട്. നിങ്ങളുമായി പരിചയപ്പെടാൻ വന്നതാണ്, നല്ലത്, സന്തോഷം എന്ന് പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പിരിച്ചു. എന്താ വാർത്ത കൊടുത്തത്? അതിൻ്റെ തലേന്ന് വന്നുമായി നിങ്ങളെല്ലാം വലിയ തോതിൽ വാർത്ത കൊടുത്തില്ലേ? ജാവേദ് ഖറുമായി കൂടിക്കാഴ്ച നടത്തി, ഐക്യമുണ്ടാക്കി. ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ് രാവിലെ വന്നിട്ട്. എനിക്ക് കളവ് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കണ്ടത് സത്യമാണ്. ഇത്ര 1.5 വർഷം മുമ്പ് ആ കണ്ട കാര്യത്തെ അന്ന് കണ്ടതുപോലെ വാർത്തയുണ്ടാക്കി ബോധപൂർവ്വം ഒരു വാർത്ത സൃഷ്ടിക്കുകയല്ലേ? എന്താ അതിൻ്റെ ലക്ഷ്യം? ആ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഫലമുണ്ടാക്കി അതുവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക. ഇത് ആസൂത്രിതമായൊരു പദ്ധതിയല്ലേ? അതിൻ്റെ ആവർത്തനയല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ എന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ഇല്ലാത്തൊരു കാര്യം, കൊടുക്കാത്തൊരു കാര്യം. എന്നോട് ഈ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് DC ബുക്സുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് പൂർത്തിയായിട്ടില്ല, പൂർത്തിയായാൽ എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിച്ച് ചെയ്യാം. മാതൃഭൂമിക്കാർ എന്നോട് സമീപിച്ചിരുന്നു. മാതൃഭൂമിയിലെ ശശീന്ദ്രൻ ഞാനും ഒക്കെ വളരെ അടുത്ത് എത്രയോ കാലമായ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ മറുപടിയാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകം എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത്? ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത്.
അത് തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക, അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക, അതുവഴി പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക. ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്.